ഹായ് ഫ്രണ്ട്സ്, ലഡാക്കിൽ ഇപ്പോൾ വലിയൊരു പ്രക്ഷോഭം നടക്കുകയാണല്ലോ. ഈയിടെ നേപ്പാളിൽ വലിയൊരു ജൻസി പ്രക്ഷോഭം നടന്നതിനാൽ തന്നെ ഈ പ്രക്ഷോഭവും അതുപോലെ ഒരു രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. വിദേശ കരങ്ങൾ ഇതിന് പിന്നിലുണ്ടോ, അതിൽ വിദേശ ഫണ്ടിങ് ഉണ്ടോ എന്നിങ്ങനെയുള്ള പല സംശയങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? നമുക്ക് നോക്കാം. വെൽക്കം ടു വാട്ടറിംഗ് യൂണിവേഴ്സിറ്റി. വലിയ ചുരങ്ങളുടെ നാട് എന്നാണ് ലഡാക്ക് എന്ന വാക്കിന് അർത്ഥം. 1947 ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായപ്പോൾ അതിലെ 3 റീജിയനുകളിൽ ഒന്നായിരുന്നു ലഡാക്ക്. അതായത് കേരളത്തിൽ നമ്മൾ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നൊക്കെ പറയുന്ന പോലെ ജമ്മു കാശ്മീരിലെ 3 ഭാഗങ്ങളിൽ ഒന്നായിരുന്നു ലഡാക്ക്. 59,000 കിലോമീറ്റർ സ്ക്വയർ മാത്രം വരുന്ന, അതായത് കേരളത്തെക്കാൾ വലിയൊരു പ്രദേശമാണ്. പക്ഷെ അത്രയും വിസ്തൃതിയുള്ള ഒരു സ്ഥലത്ത് ആകെ 3 ലക്ഷം ജനങ്ങൾ മാത്രമേ ഉള്ളൂ. ജനസാന്ദ്രതയാണെങ്കിൽ 5-ൽ താഴെയാണ്. കേരളത്തിൻ്റെയൊക്കെ 700-ൽ കൂടുതലാണെന്ന് ആലോചിക്കണം. അത്രയും ജനങ്ങൾ മാത്രം വസിക്കുന്ന ഒരു സ്ഥലമാണ്. 2011 സെൻസസ് പ്രകാരം 46% മുസ്ലിങ്ങളും 39% ബുദ്ധ മത വിശ്വാസികളുമാണ്. 2 ജില്ലകളാണ് ലഡാക്കിലുള്ളത്. അതിൽ കാർഗിൽ ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും ലേ ജില്ലയിൽ ബുദ്ധമത ഭൂരിപക്ഷ പ്രദേശവുമാണ്. ജമ്മു കാശ്മീർ നിയമസഭ ഉണ്ടായിരുന്ന സമയത്ത് 4 MLA-മാരാണ് ലഡാക്കിൽ നിന്നുണ്ടായിരുന്നത്. അതേപോലെ ലോക്സഭയിൽ ഒരു MP ആണ് ലഡാക്കിനുള്ളത്. ടൂറിസം ആണ് പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം ലഡാക്കിൻ്റെത്. പിന്നെ കൃഷി, അതേപോലെ മൃഗപരിപാലനം, അതൊക്കെയാണ് പിന്നീട് വരുന്നത്. ലഡാക്കിൽ ഇപ്പോൾ തുടങ്ങിയ ഈ പ്രക്ഷോഭം ഈ അടുത്തത് തുടങ്ങിയതല്ല. ഈ പ്രക്ഷോഭത്തിന്റെ വേരുകൾക്ക് സ്വതന്ത്ര ഇന്ത്യയോട് തന്നെ പഴക്കമുണ്ട്. 1947 ജമ്മു കാശ്മീരിന്റെ ഭാഗമായ ഇന്ത്യയിൽ വന്നതിന് ശേഷം തന്നെ 1950-കളിൽ നെഹ്റുവിന്റെ കാലത്ത് തന്നെ ലഡാക്ക് ബുദ്ധിസ്റ്റ് അസോസിയേഷൻ നെഹ്റുവിനൊരു നിവേദനം നൽകിയിരുന്നു. ഈ ഭരണത്തിൽ കാശ്മീരികൾക്കാണ് മേൽക്കൈയുള്ളത്, അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക ഭരണം വേണം. കാരണം ലഡാക്ക് ജോഗ്രഫിക്കലിയും അതേപോലെ തന്നെ എത്നിസിറ്റിയും ഒക്കെ ഒരു വ്യത്യസ്തമായ സ്ഥലമാണ്. അതിനാൽ അവർക്ക് പ്രത്യേക ഭരണം വേണമെന്ന് അന്ന് തന്നെ ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. 1960-കളിലും 70-കളിലും UT അഥവാ കേന്ദ്രഭരണ പ്രദേശം ആക്കണമെന്നായിരുന്നു ലഡാക്കിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടത്. നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ് ശ്രീനഗറിന്റെ ഭരണം അവർക്ക് സ്വീകാര്യമല്ല. അവരെ കേന്ദ്രഭരണ പ്രദേശമാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ അവഗണനയ്ക്കെതിരെ 1990-കളിൽ പ്രതിഷേധം ശക്തമായി. LBAയുടെ പ്രതിഷേധം ഡൽഹിയിലേക്ക് വരെ നീണ്ടു. ഇതിന്റെ ഭാഗമായി 1995-ൽ ഒരു ഹിൽ ഡെവലപ്മെന്റ് കൗൺസിൽ സ്ഥാപിച്ചു, ലേ കേന്ദ്രമാക്കിയിട്ട്. ലഡാക്കിന്റെ ചെറിയ രീതിയിലുള്ള സ്വയംഭരണം ആദ്യമായി ഇങ്ങനെയാണ് കൈവരുന്നത്. പിന്നീട് കാർഗിൽ കേന്ദ്രമാക്കി മറ്റൊരു ഹിൽ ഡെവലപ്മെന്റ് കൗൺസിലും കൂടെ 2003-ൽ രൂപീകരിച്ചു. 2019-ലാണ് ഇതിനുശേഷം വലിയൊരു സംഭവം നടക്കുന്നത്. ഭരണഘടനയിലെ 370-ാം അനുച്ഛേദം എടുത്തു കളഞ്ഞു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഇല്ലാതാക്കി. ഇതിനെ തുടർന്ന് ജമ്മു കാശ്മീർ എന്നൊരു കേന്ദ്രഭരണ പ്രദേശവും അതുപോലെ ലഡാക്ക് എന്നൊരു കേന്ദ്രഭരണ പ്രദേശവും നിർമ്മിച്ചു. ജമ്മു കാശ്മീരിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു എന്നതിനാൽ ലഡാക്കികൾ ആദ്യം ഇതിൽ സന്തുഷ്ടരായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം അവർ ഇതിനെ സ്വാഗതം ചെയ്തു. പക്ഷെ പിന്നീട് അസംബ്ലി ഇല്ലാത്ത ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്കിന് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഇത് യഥാർത്ഥത്തിൽ വലിയൊരു ചതിയായാണ് ലഡാക്കികൾ കണക്കാക്കിയത്. നേരത്തെ ഒരു പ്രത്യേക ഭരണഘടനയും പ്രത്യേക ക്രിമിനൽ ചട്ടമൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു ജമ്മു കാശ്മീർ. അതൊക്കെ പോയിട്ട്, അതുപോലെ തന്നെ അവർക്ക് 4 MLA-മാരുണ്ടായിരുന്നു, അതും പോയി. പിന്നീട് വരുന്നത് ഒരു നേരിട്ടുള്ള കേന്ദ്ര ഭരണമാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമായിരുന്നു. 2019-ൽ തുടങ്ങിയ പ്രതിഷേധത്തിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോഴും നടക്കുന്നത്. സോനം വാങ്ചുക് എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് അന്നോട്ട് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത്. കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന KDAയും ലേ അപ്പെക്സ് ബോഡി എന്ന LABയുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഈ ബുദ്ധിസ്റ്റ് മെജോറിറ്റിയുള്ള ഒരു സംഘടനയും അതേപോലെ മുസ്ലിം മെജോറിറ്റിയുള്ള സംഘടനയും അവരുടെ ആവശ്യങ്ങളിൽ വളരെ ഐക്യപ്പെട്ടാണ് ഈ പ്രക്ഷോഭം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ പ്രക്ഷോഭത്തിൽ പ്രധാനമായും 4 ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ലഡാക്കിന് സംസ്ഥാന പദവി വേണം എന്നതാണ്. കേന്ദ്രഭരണം തുടങ്ങിയതിനു ശേഷം അവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. വികസനത്തിൽ അവർക്ക് വോയിസ് ഇല്ല, അതേപോലെ ടൂറിസത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ അവർക്ക് പങ്ക് കിട്ടുന്നില്ല. 2019-ന് ശേഷം കുറെ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഇതിന്റെ ഡെവലപ്മെന്റിനൊക്കെ വരുന്നതിനാൽ അവർക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. അതേപോലെ പരിസ്ഥിതി ശോഷണം,
അതുപോലെ മലിനീകരണം എന്നിവയൊക്കെ തടയുന്നതിലൊക്കെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ഇവർക്ക് അംഗീകരിക്കാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സംസ്ഥാന പദവി വേണം എന്നതാണ് ഒരു പ്രധാന ആവശ്യം. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ഭരണഘടനയിലെ 6ാം പട്ടികയിൽ ലഡാക്കിനെ ഉൾപ്പെടുത്തണം എന്നതാണ്. ഭരണഘടനയിലെ 244, 275 എന്നീ അനുച്ഛേദങ്ങളിലാണ് ഈ 6ാം പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന സ്ഥലങ്ങളെ പറ്റി പറയുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. നിലവിൽ ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളാണ് 6ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭരണഘടനയിലെ 6ാം പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ADC അഥവാ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിലുകൾ രൂപീകരിക്കാൻ കഴിയും. അങ്ങനെ രൂപീകരിച്ചാൽ ഈ ട്രൈബൽ കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും സാധിക്കും. ഇത് സത്യത്തിൽ ലഡാക്കികളുടെ ഒരു ഭയത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അവരുടെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് കൾച്ചറാണ്, അതെന്തായാലും പ്രൊട്ടക്ട് ചെയ്യണം. അത് നഷ്ടപ്പെട്ടു പോകുമോ, ഔട്ട്സൈഡേഴ്സ് ഒക്കെ വന്നിട്ട് അവരുടെ ഭാഷ, അതുപോലെ സംസ്കാരമൊക്കെ നശിച്ചു പോകുമോ എന്നൊക്കെയുള്ള ഭയത്തിൽ നിന്നാണ് ലഡാക്കികൾ ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. നേരത്തെ ലഡാക്കിൽ ഒരു ഹിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് നാമമാത്രമായ അധികാരങ്ങളേ ഉള്ളൂ. അതുപോലെയല്ല, ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ എന്ന് വലിയ അധികാരങ്ങളുള്ള ഒരു സ്ഥാപനമാണ്. മാത്രമല്ല ലഡാക്കിൽ 97% ട്രൈബൽ പീപ്പിളാണുള്ളത്. അതുകൊണ്ട് തന്നെ 2019 തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ലഡാക്കിനെ 6ാം പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന ഒരു റെക്കമെൻഡേഷൻ നടത്തിയിരുന്നു. പക്ഷേ അത് പിന്നീട് ആ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. ADC രൂപീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റും. അത് ലാൻഡ്, കൃഷി, ടാക്സ്, അതുപോലെ ഇൻഹെറിറ്റൻസ്, പിന്തുടർച്ച അവകാശങ്ങൾ, മാരേജ്, ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങൾ വരെ നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റും. അത് മാത്രമല്ല, പ്രത്യേക ടാക്സുകൾ പിരിക്കാനുള്ള അവകാശം പോലും ലഭിക്കും. ഈ കൗൺസിലിന് ചെറിയ രീതിയിൽ ജുഡീഷ്യൽ പവർ ഉണ്ട്. അതുകൊണ്ടാണ് ലഡാക്കികൾ ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നത്, അവരുടെ കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ 6ാം പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഭരണഘടനാ ഭേദഗതി ആവശ്യമുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഡിമാൻഡ് ഒരു സെപ്പറേറ്റ് PSC സ്ഥാപിക്കണം എന്നതാണ്. ലഡാക്കില് വളരെയധികം തൊഴിലില്ലായ്മയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തദ്ദേശീയർക്ക് ജോലിയിൽ റിസർവേഷൻ വേണം. അവിടെ പ്രത്യേക PSC വെച്ചിട്ട് അവർക്ക് തൊഴിൽ റിസർവേഷൻ ഒക്കെ നൽകണമെന്നാണ്. ഇതും ഒരു ഭയത്തിന്റെ പുറത്താണ്. കാരണം ഔട്ട്സൈഡേഴ്സൊക്കെ മറ്റ് കാശ്മീരിൽ നിന്നും ജമ്മുവിൽ നിന്നൊക്കെയുള്ള ആളുകൾ തൊഴിൽ തട്ടിയെടുത്തു പോകുന്ന ഒരു ഭയത്തിന്റെ പേരിലാണ് ഇത് പറയുന്നത്. 4ാമത്തെ ഡിമാൻഡ് പാർലമെന്റിൽ 2 സീറ്റ് വേണം എന്നതാണ്. നിലവിൽ ലഡാക്കിനെ റെപ്രസെന്റ് ചെയ്ത് ഒരു ലോക്സഭാ സീറ്റ് മാത്രമാണ് ഉള്ളത്. അതിൽ കൂടുതൽ അവരുടെ ശബ്ദം, അവരുടെ ആവശ്യങ്ങൾ കൂടുതൽ പാർലമെന്റിൽ പറയാൻ വേണ്ടിയിട്ട് 2 സീറ്റ് വേണം എന്നതാണ് 4ാമത്തെ ഡിമാൻഡ്. 2019 മുതൽ തുടങ്ങിയ ലഡാക്കിലെ പ്രക്ഷോഭത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ ചെറിയ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ആഭ്യന്തര മന്ത്രാലയം ഇവരുമായി സംസാരിക്കാൻ വേണ്ടി ഒരു ഹൈ പവർ കമ്മിറ്റിയൊക്കെ വെച്ചിരുന്നു. പക്ഷേ ഇവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ അതൊരു ഏകപക്ഷമായിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നതെന്നാണ്. രണ്ടാമത് ചെയ്തത് ഈ ഹിൽ ഡെവലപ്മെന്റ് കൗൺസിലിൽ 33% വനിതാ സംവരണം കൊണ്ടുവന്നിരുന്നു. ഈ വർഷം 2025 അതുപോലെ തദ്ദേശീയർക്ക് ജോലികളിൽ 85% സംവരണം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ പ്രത്യേക PSC ഒന്നും കൊണ്ടുവന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഡിമാൻഡുകൾക്കായിട്ട് ലഡാക്കിൽ വീണ്ടും സമരം തുടരുകയാണ്. സോനം വാങ്ചുക് എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് പ്രക്ഷോഭത്തിൽ നയിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഈയിടെയായിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റുകളായിരുന്നു ഡൽഹിയിലൊക്കെ നടത്തിയിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ഈയിടെയായിട്ട് ഒരു നിരാഹാര സമരമൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷെ അത് പെട്ടെന്നാണ് യുവാക്കൾ അത് കുറച്ച് എന്താ പറയാ അക്രമത്തിന്റെ പാതയിലേക്കൊക്കെ തിരിഞ്ഞത് കുറച്ചും കൂടെ വയലന്റായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത്. ഇതിന് വിദേശ കരങ്ങളുണ്ടോ എന്നൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ നിലവിൽ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ ഇത് അത്തരം ചില ശക്തികളുടെ ഇടപെടലുണ്ട്, ബാഹ്യമായ ഇടപെടലുണ്ട് എന്ന് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. സോനം വാങ്ചുക് എന്ന വ്യക്തിക്ക് മറ്റ് രാജ്യങ്ങളായിട്ടുള്ള കണക്ഷൻ അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പെട്ടെന്ന് ഉണ്ടായ ഒരു പ്രശ്നമല്ല എന്നുള്ള ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ തന്നെയുള്ള ചില ഡിമാൻഡുകളാണ്. ഇപ്പോൾ കൂടുതൽ അത് അഗ്രസീവായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നു എന്ന് മാത്രം. ഇതിൽ കുറെ പ്രശ്നങ്ങളുള്ളത്, ഒന്ന് ഇത് ബോർഡർ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഈ പ്രക്ഷോഭങ്ങൾ സോൾവ് ആയിട്ടില്ലെങ്കിൽ ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് മറ്റു പല ശക്തികളും ശ്രമിക്കും. അത് ഇന്ത്യയുടെ ഇന്റേണൽ യൂണിറ്റിനൊക്കെ ബാധിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇത് ടൂറിസം പോലെയുള്ള എക്കണോമിക് ആക്ടിവിറ്റികളെ ബാധിക്കുന്നതിന് സാമ്പത്തികമായിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും.
എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ലഡാക്ക് വീണ്ടും സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തട്ടെ എന്ന് ആശിക്കുന്നു.